ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഗുരുവായൂർ വ്ളോഗ് ഡേ 2 ആണ് ഫ്രണ്ട്സ്. വലിയ വ്ളോഗായിട്ടൊന്നും എടുത്തില്ല, ജസ്റ്റ് ക്ലിപ്സ് ഒക്കെ ആയിരുന്നു ഒരു വ്ളോഗ് പോലെ ആക്കിയെന്നേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പാലക്കാട് ഫുൾ ചുറ്റി കിടക്കുന്ന ദിവസമാണ്. ഇന്ന് ഞങ്ങൾ അവിടെ സൂയിൽ പോയി, അതുപോലെ ആടുജീവിതം കാണാൻ പോയി, നെസ്റ്റോയിൽ പോയി. അപ്പോൾ അതിൻ്റെ ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊറോട്ടയും മുട്ടക്കറിയായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ആരും എൻ്റെ ഗുരുവായൂർ ഡേ 1 കണ്ടില്ലെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ്. യൂട്യൂബിൽ ചാനൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഞങ്ങൾ സൂയിൽ എത്തിയിട്ടുണ്ട്. സൂയിൽ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് എല്ലാ ജസ്റ്റ് ഞാൻ വിവരിച്ച് തരുന്നതേ ഉള്ളൂ. ജസ്റ്റ് അതിന് ഇൻഡോറാണ് പോട്ടെ, ഔട്ട്ഡോറാണ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ ഇത് തന്നെ അനിയനാണ്. അപ്പോൾ ഞങ്ങൾ ഓടിച്ച് ഞങ്ങൾ എന്തിനു കാണുമ്പോൾ പാരറ്റിനെ കാണാൻ പോകണം. പാരറ്റ് സംസാരിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. പിന്നെ ഇത് നമ്മുടെ ഈഗിളാണ്. അപ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ കൂട്ടി അടിച്ചിട്ട് നമുക്ക് സങ്കടം വന്നു പോകണം. എന്തിനാണ് ഇതിനെ കൂട്ടി അടിച്ചിടുന്നതെന്ന് വിചാരിച്ച് സൂ ആകുമ്പോൾ അങ്ങനെയൊക്കെയല്ല ഫ്രണ്ട്സ്. അപ്പം എനിക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു കണ്ടപ്പം. പിന്നെ ഇത് ഈഗിൾ കുട്ടനാണ്. പിന്നെ വൾച്ചറാണെന്ന് തോന്നുന്ന ഏതോ ഒരു ജീവിയുണ്ട്. ഇതിൻ്റെ ലൈഫ് സ്പാനൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ഫോക്സ് കുട്ടനാണ്. ഫോക്സ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എന്താണ്, ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ക്ലിപ്പ് ആഡ് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഫോക്സിൻ്റെ ഗ്രൂപ്പിനെ കാണാൻ പോയി. ഒരു വലിയ ഗ്രൂപ്പ് ഫോക്സ് വലിയ റൗണ്ട് അടിച്ചെടുക്കുക. എല്ലാവരും ഇപ്പോൾ ഉറങ്ങുന്ന സമയമാണ്, കിടക്കുകയാണ്. അതിനോട് അടിപൊളി ഒരു മരം ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. നല്ല സീനറി ആയിരുന്നു. പിന്നെ ഇത് നമ്മുടെ സ്വന്തം ഓസ്റ്റിച്ചാണ്. ഓസ്റ്റിച്ച് നമ്മുടെ ഓസ്റ്റിച്ചിന് അടുത്ത് നിൽക്കുന്ന ഫോട്ടോയാണ് ഫ്രണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം ഡിയർ കൂട്ടം വന്നു. ഡിയറാണിത്. പിന്നെ ഇത് നമ്മുടെ എമുയാണ്. എമു ഓസ്റ്റിച്ച് ഏകദേശം ഒരുപോലെ. ഓസ്റ്റിച്ചിന് നല്ല ഹൈറ്റും എമു ഇച്ചിരി ചെറുതുമാണ്. പിന്നെ ജസ്റ്റ് ഞാൻ അവിടുത്തെ ഒരു ഏരിയയുടെ ഫോട്ടോ ആഡ് ചെയ്തതേ ഉള്ളൂ. നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല സീനറിയാണ് ഫ്രണ്ട്സ്. മസ്റ്റ് നിങ്ങളവിടെ പോകാൻ എന്തായാലും കയറി നോക്കേണ്ടതാണ് ഫ്രണ്ട്സ് ആ ഒരു. പിന്നെ നമ്മുടെ കാട്ടുപോത്തൊക്കെ നിൽക്കുന്ന ഫോട്ടോയാണ്. കാട്ടുപോത്തിന് എല്ലാം നല്ല എക്കോസിസ്റ്റമാണ്. നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ്. നല്ല കറക്റ്റ് അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫോറസ്റ്റിൻ്റെ. പിന്നെ നമ്മളിത് ഹിപ്പോപ്പൊട്ടാമസാണ്. ഈ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ പേര് 2 ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്. രശ്മിയും പോപ്പി എന്നായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ എല്ലാ ഫോട്ടോ ഇട്ടിട്ട് ഞാനും എൻ്റെ ഏറ്റവും ഇളയ അനിയത്തിയാണ്. പ്രയുക്തയുടെ അരങ്ങേറ്റത്തിനാണ് പോയത്. പ്രയുക്തയാണ്. പിന്നെ അതെന്തോ കാട്ടുപോത്താന്ന് അറിയത്തില്ല, എന്തോ ഒരു ജീവിയാണ്. ജീവിയല്ല, ഒരു മൃഗമാണ്. പിന്നെ ഇത് ഡിയറാന്ന് തോന്നുന്നു ഫ്രണ്ട്സ്. ഇതിനും പേര് രാമു അങ്ങനെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം ടൈഗർ കുട്ടനാണ്. കടുവയാണ്. കടുവയ്ക്ക് അത് ഏകദേശം വയസ്സായെന്ന് തോന്നുന്നു. കടുവയ്ക്കൊക്കെ നല്ല പ്രായമായിട്ടുണ്ട്. ഇത് ക്ഷീണിച്ചൊക്കെയാണ്. അത് ചീറ്റയാണ് ഫ്രണ്ട്സ്. നമ്മുടെ സ്വന്തം ചീറ്റ. ഇത് കുരങ്ങനാണ്. കുരങ്ങന്മാർ എല്ലാവരെയും കൂട്ടിയിട്ടേക്കൂടി സങ്കടമാണ് കാണുമ്പം. ഇത് കുരങ്ങനാണ് ഫ്രണ്ട്സ്. പിന്നെ ഞാൻ കണ്ടത് മയിലിനെയാണ് കണ്ടത്. നല്ല അടിപൊളി. പക്ഷെ മയിൽ പീലി വിടർത്തിയില്ല ഫ്രണ്ട്സ്. ഞങ്ങൾ വിചാരിച്ച് പീലി വിടർത്തുമെന്നൊക്കെ, പക്ഷെ വിടർത്തിയില്ല. ഇത് ഭാഗ്യമില്ലായിരുന്നു. ഇതെന്തുമായിരുന്നു, ഇത് മറ്റേ കളർ കോഴി എന്നാണ്. പലതരത്തിലുള്ള ഒരു കോഴിയാണെന്നാണ് തോന്നുന്നത്. പേരൊക്കെ ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഏകദേശം 2-3 ആഴ്ചയായി പോയിട്ട്. ഇത് നമ്മൾ ക്രൊക്കഡൈൽ. പിന്നെ ഇതിന് തൊട്ട് ഫുളിനി ഉള്ളതെല്ലാം പാമ്പുകളാണ്, സ്നേക്സാണ്. പലയുണ്ട്. രാജവെമ്പാലയുണ്ട്, അണലിയുണ്ട്, അങ്ങനെ കുറേ സ്നേക്സിൻ്റെ. ഇത് പച്ചില പാമ്പാണ് ഫ്രണ്ട്സ്. ഇത് മറ്റേ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഫ്രണ്ട്സ്. അതിൻ്റെ പേര് ഞാൻ മനസ്സിലായി. ഇതൊക്കെ കുറേ പാമ്പുകളാണ്. ഇതെല്ലാം പാമ്പുകളാണെന്ന് കണ്ടില്ലേ. ചിലതൊക്കെ ഈ ചട്ടിയെ ചുറ്റി കിടക്കുന്ന, ചിലതൊക്കെ സെപ്പറേറ്റ് കിടക്കുന്ന, വെള്ളത്തിനകത്ത് കിടക്കുന്ന പല ഫോട്ടോസൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. ഇതും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യണം ഫ്രണ്ട്സ്. നിങ്ങൾ ട്രെയിനിൽ പോയി തിരിച്ചു പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോ. ബൈ.